ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവ് എത്ര നല്ലവനാണ്. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അത് വളരെ വിലപ്പെട്ട ജീവിതമാണ്. ഇന്ന് അനേകരും കർത്താവിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുകയും അറിയാമെന്നൊക്കെ അഭിനയിക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവിനെ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് കൃപ ലഭിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. നമ്മൾ വചനം കേൾക്കാനായിട്ട് ഇടയാക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. നമുക്ക് ആകപ്പാടെ പറയാനുള്ളത് നമ്മുടെ കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റെന്താ? അവിടത്തേക്ക് മാത്രം എല്ലാ മഹത്വവും കർത്താവിൽ നിന്നാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കർത്താവിനെ എപ്പോഴും മഹത്വപ്പെടുത്തണം. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പൗലോസും ബർന്നബാസൊക്കെ ആദ്യം യഹൂദന്മാരുടെ സുവിശേഷം അറിയിച്ചു. എന്നാൽ അവർ ആ സുവിശേഷം തള്ളിക്കളഞ്ഞു. അപ്പോൾ അവർ ജാതികളിലേക്ക് തിരിഞ്ഞു. ജാതികളെല്ലാവരും കൈക്കൊണ്ടില്ല. അവിടെ നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുടെ മഹാത്മ്യം എന്ന വിഷയം അല്പമായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നോക്കുക. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈ നിത്യജീവൻ്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞു. കർത്താവിനെ തള്ളി അവരിപ്പോൾ ജീവൻ്റെ വചനവും കൂടെ തള്ളി. എത്ര ദുഃഖകരമല്ലേ? നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ കേൾക്കുന്ന വചനങ്ങൾ ദൈവവചനമായി കൈക്കൊള്ളുന്നില്ലെങ്കിൽ എന്തൊരു നഷ്ടമാണെന്ന് നിത്യതയുടെ തുറമുഖത്ത് മനസ്സിലാവും. അപ്പോൾ പലർക്കും അവരുടെ അറിവ് അവരെ ചീർപ്പിക്കുക. ഞങ്ങൾക്കെല്ലാം അറിയാവുന്നുള്ള ഭാവം. ഇവിടെ യഹൂദന്മാർ അവർ മിടുക്കന്മാരായിട്ട് കാണിച്ചു. അവർക്ക് ഈ വചനമൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് പൗലോസും ബർന്നബാസും ജാതികളിലേക്ക് തിരിഞ്ഞു. ജാതികൾ വളരെ, അതിൽ എല്ലാവരും അല്ല, ചിലർ. അവിടെ ആ പ്രയോഗത്തിലൊരു വലിയ പ്രയോഗമുണ്ട്. അത് വലിയ വിശേഷപ്പെട്ട കാര്യമാണ്. എന്താണെന്നറിയാമോ? ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അതാണ് കാര്യം. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ ജാതികളാണ് നമ്മളെല്ലാം, യഹൂദന്മാർ ഒഴികെ ബാക്കി എല്ലാവരെയും ജാതികളെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ജാതികളായിരുന്നു. ജാതികളായ നമുക്കും വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അതായത് കാര്യം. നമുക്ക് ലഭിച്ച കൃപയെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ബോധവാന്മാരായിരിക്കണം. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യം വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 2-ന്റെ 8-9 വളരെ പ്രസിദ്ധമായ വാക്യങ്ങളാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കണ്ടോ? രക്ഷിക്കപ്പെട്ട നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടോ? ഒന്നുമില്ല. ഈ കൃപ എന്ന് പറയുന്ന ആ വാക്യം വളരെ ആഴമായ കാര്യമാണ്. കൃപ എന്നൊക്കെ എല്ലാവരും പറയും. എന്നാൽ ആ കൃപ എന്ന് പറയുന്നവർ കൃപയുടെ അർത്ഥം മനസ്സിലാക്കി പറയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, കൃപ എന്നതിന് വളരെ ഗഹനമായ അർത്ഥമുണ്ട്. അതിൽ 1-2 കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കാം. നമുക്ക് അർഹിക്കാത്ത ആനുകൂല്യം ലഭിച്ചു എന്നുള്ളതാണ് കൃപ. നമുക്ക് അർഹിക്കാത്ത ആനുകൂല്യം, ദൈവത്തിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിച്ചു. നമ്മൾ ശിക്ഷയ്ക്ക് മാത്രം യോഗ്യരായിരുന്നു. എന്നാൽ നമ്മൾക്ക് ആ ശിക്ഷ തരാതെ നമ്മൾക്ക് അർഹിക്കാത്ത വലിയ പദവികളിലേക്ക് നമ്മളെ നടത്തി. അതിനാണ് കൃപയെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ സ്വന്തം ശക്തിയിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമുക്ക് നൽകുന്ന
പ്രാപ്തിക്കാണ് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ശക്തിയിൽ അതൊന്നും കഴിയില്ല. നമുക്ക് സ്വയം രക്ഷിക്കപ്പെടാൻ കഴിയില്ല. നമുക്ക് അനേക കാര്യങ്ങളിൽ നമുക്ക് സ്വയം ശക്തിയിലൊന്നും കഴിയില്ല. എന്നാൽ അതിലൊക്കെ ദൈവം നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:13 പൗലോസ് പറഞ്ഞില്ലേ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പോൾ ഈ കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപയെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം. ഞാൻ ഈ കൃപയെക്കുറിച്ച്, കൃപ ലഭിച്ച നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു ചെറിയ വിഷയമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ കൃപ ലഭിച്ചു, കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഒന്ന്, നമ്മൾ റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപ, അപ്പോൾ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദൈവകൃപയിലാണെന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നമ്മൾ നിൽക്കുന്നത് ദൈവകൃപയിലാണെന്ന്. വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇതേ കാര്യം തന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം, നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചുകൊണ്ട്. അപ്പോൾ പത്രോസും പറയുന്നത് നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് എങ്ങനെയും ജീവിക്കാതാണോ? അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടും. കൃപയിൽ വെച്ച് നമ്മൾ കൃപയിൽ തന്നെ നിൽക്കണം. ആ കൃപയിൽ നിൽക്കുവാൻ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ അപ്പോസ്തലരൊക്കെ അവർ എവിടെയെങ്കിലും ചെന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യത്തിൻ്റെ അവസാനം അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ പരസ്പരം ഈ കൃപയിൽ നിന്നും വീണു പോകാതിരിക്കുവാൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് യഥാർത്ഥ കൃപയിൽ തന്നെയാണോ നിൽക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ കൃപയിൽ നിന്ന് വീണു പോകാം. ഏതൊരു വ്യക്തിയും കൃപയിൽ നിന്ന് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വിശ്വാസി വന്ന ശേഷവും പിന്നെയും പഴയ നമ്മുടെ നീതി പ്രവർത്തികളിലേക്കോ ന്യായപ്രമാണത്തിലേക്കോ ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ കൃപയിൽ നിന്ന് വീണു പോകും. അങ്ങനെ സംഭവിച്ചു. ഗലാത്യ സഭയ്ക്ക് അത് സംഭവിച്ചു. അതുകൊണ്ട് അവിടെ പൗലോസ് പറയുന്നുണ്ട്, അവിടെ ഗലാത്യർ 5:4 വായിക്കുന്നുണ്ട്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. എത്ര ഭയങ്കരമാണ്! അത് ചില കള്ള സഹോദരന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് സംഭവിച്ചതാ. അപ്പോൾ നമ്മൾ കൃപയിൽ നിന്നും വീണു പോകാം. ശ്രദ്ധിക്കുക. അപ്പോൾ കൃപയിൽ നമ്മൾ നിൽക്കണം. കൃപയിൽ നിന്നും വീണു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കണം. ആ കൃപയിൽ നിൽക്കുവാൻ നമ്മൾ മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കണം. വളരെ വിലപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നമ്മൾ ഓരോ ദിവസവും പത്രോസ് പറയുമ്പോൾ നമുക്കറിയാം, പത്രോസിൻ്റെ 2-ാം ലേഖനം അത് അവസാനിപ്പിക്കാറാകുമ്പോൾ താൻ പറയുന്നൊരു കാര്യം, പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, കൃപയിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. കൃപയിൽ വളരണം, കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. പരിശുദ്ധനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് പരിജ്ഞാനം, അല്ലെങ്കിൽ പരിചയജ്ഞാനമെന്നൊക്കെ ചിലർ അതിനെ വിളിക്കാറുണ്ട്. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആ ജ്ഞാനം. അപ്പോൾ ഇത് സ്വർഗീയ ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൃപയിൽ വളരണം. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? കൃപയിൽ വളരണം. രക്ഷയ്ക്കായി. അപ്പോൾ അത് പത്രോസ് അതിൻ്റെ 1 പത്രോസ് 2:2 വായിക്കുമ്പോൾ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പോൾ നമുക്ക് എത്രമാത്രം തിരുവചനത്തെ ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയുന്നോ ആ നിലയിൽ നമുക്ക് കൃപയിലും വളരാനായിട്ട് കഴിയും. അപ്പം കൃപ പ്രാപിച്ചവൻ കൃപയിൽ വളരണം.
പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോൾ 2 തിമോത്തിയോസ് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, 2 തിമോത്തി 2:1 വായിക്കുന്നത്, എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കണ്ടോ, കൃപയാൽ ശക്തിപ്പെടുക, കൃപയിൽ വളരുക, കൃപയിൽ ശക്തിപ്പെടുക നമ്മൾ നോക്കണം. അപ്പം ഓരോ സമയത്തും നമുക്ക് കൃപയിൽ ശക്തിപ്പെടുവാനായിട്ട് കഴിയണം. നമ്മൾ മറ്റുള്ളവരുടെ കൃപ അനുഭവിക്കുന്നു എന്ന് നമുക്ക് കണ്ട് ഗ്രഹിച്ച് അതിൽ സന്തോഷിക്കാൻ കഴിയണം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നപ്പോൾ അവർ കൃപയിൽ നിൽക്കുന്നത് കണ്ട് സന്തോഷിച്ചു എന്ന, അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ബർന്നബാസ് ഒരു പ്രബോധന പുത്രൻ എന്നാണ്. എവിടെ ചെന്നാലും മറ്റവരെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുന്നതിൽ താൻ വളരെ ഉത്സുകനായിരുന്നു. അപ്പോൾ അവിടെ അന്ത്യോക്യയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അനുഭവിക്കുന്ന ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. നോക്കാം, കാണാൻ പറ്റുന്ന ദൈവകൃപ കാണാൻ പറ്റും. ഈ ദൈവകൃപ കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ വളരെ മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച കൃപയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ അല്ലേ? നമ്മൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ്. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അറിയിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇന്ന് അനേക ദൈവമക്കൾക്കും ഇല്ലാത്ത വലിയ സവിശേഷതയാണ് മക്കതോന്യ സഭയിലെ വിശുദ്ധന്മാർക്കുണ്ടായിരുന്നത്. അവർക്ക് ലഭിച്ച കൃപ അവരെങ്ങനെ ദൈവമഹത്വത്തിന് വേണ്ടി പ്രായോഗികമായി ഉപയോഗിച്ചു എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഇവിടെ പൗലോസിനെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. നോക്കുക, അവരെ റോമൻ സർക്കാർ വളരെയധികം ചൂഷണം ചെയ്ത് അവരെ ദരിദ്രരാക്കി മാറ്റിയപ്പോഴും അവിടെ ഒരു ധർമ്മശേഖരം ഉണ്ടായപ്പോൾ അവർ വന്ന് ദേവദാസനോട് റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങൾ ഇന്നുകൂടെ കുറച്ച് മേടിക്കണേ, ഞങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും അതൊന്നും വലിയൊരു വിഷയമൊന്നുമല്ല, പക്ഷെ ഞങ്ങളും ഇതിൽ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, കർത്താവിൻ്റെ വേലയെക്കുറിച്ചും കർത്താവിൻ്റെ വിശുദ്ധന്മാരെക്കുറിച്ചുമുള്ള അവരുടെ ആ ദർശനം നോക്കിക്കേ. ഇന്ന് എത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഉത്സാഹമുള്ളവർ വളരെ കുറവാണ്. എന്നാൽ ഇവിടെ മക്കതോന്യ സഭ ഈ കാര്യത്തിൽ ദൈവകൃപ വളരെ ഫലവത്തായ നിലയിൽ ഉപയോഗിപ്പാനായിടയായി. അവരുടെ കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നിട്ടും അവർ മഹാദാരിദ്ര്യത്തിലായിരുന്നിട്ടും അവർക്ക് ഔദാര്യം കാണിക്കുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവിടുവാൻ അവർ തയ്യാറായി. അവരെക്കുറിച്ച് വീണ്ടും പറയുന്നത് വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. ഞങ്ങൾ ഇന്നുകൂടെ കുറച്ച് എന്തെങ്കിലും മേടിക്കണേ, ഞങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള മനോഭാവമൊക്കെ ഉള്ളവരെ ഇന്ന് കിട്ടുമോ? ഇന്നത്തെ സഭാജീവിതത്തിൽ സഭാവിശ്വാസികൾ എന്തെങ്കിലും കൊടുക്കാതിരിക്കാനല്ലോ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കുന്നേ. അങ്ങനെ ഒരു ഉപദേശം കിട്ടുമോ? ഒന്ന് കൊടുക്കണ്ടെന്നൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. എന്തൊരു വഞ്ചനയാണ് പ്രിയമുള്ളവരെ! കർത്താവിന് വേണ്ടി ചെലവിടുക എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഒന്ന് ചെലവിടുമ്പോഴായി അതിൻ്റെ യഥാർത്ഥ ആത്മീയ സന്തോഷം. അതെല്ലാം കൂട്ടി വെച്ചുകൊണ്ടിരുന്ന അവസാനം ഒന്നുമില്ലാതെ നിരാശനായി ഈ ലോകത്ത് പോകും. അതെല്ലാം ക്രിസ്തു വിരോധി ഉപയോഗിക്കുകയും ചെയ്യും. ചിന്തിക്കണേ, നമ്മുടെ ജീവിതത്തിൽ അവസരം തക്കത്തിൽ ഉപയോഗിക്കണം ദൈവമക്കളെ. എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്നത്, അവർ വളരെ താല്പര്യത്തോടെ നമ്മൾ അപേക്ഷിച്ചു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി എന്ന് പൗലോസിനെ സാക്ഷ്യം പറയാം. എന്നിട്ട് പറയാണ്, ഞാൻ സാക്ഷി, അതും ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. എന്താ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം സമർപ്പണത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അങ്ങനെ സമർപ്പിക്കണം, അങ്ങനെ ഏൽപ്പിക്കണം ദൈവമക്കളെ. നമ്മൾ കൃപ വെറുതെ വ്യർത്ഥമാക്കാതെ നമുക്ക് ലഭിച്ച കൃപ
ആ കൃപയിൽ നിൽക്കാനും ആ കൃപയിൽ നമ്മൾ ശക്തിപ്പെടുവാനും വളരാനും ഒക്കെ ആഗ്രഹിക്കണം. അതെപ്പോഴാണ്? നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ ഒരു നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം 10-ാം വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. നമുക്ക് പറയാൻ പറ്റുമോ? ഞാനാകുന്നത് നമ്മുടെ മിടുക്കൊണ്ടാകുന്നല്ലേ നമ്മുടെ ഭാവം? അങ്ങനെയല്ല ദൈവമക്കളെ. ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല, അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അയ്യോ, ഇങ്ങനെയുള്ള കാര്യമൊന്നും പറയരുതെന്ന് ഇന്നത്തെ അനേക വിശുദ്ധന്മാർ പറയുന്നത്. ഞാൻ അധ്വാനിച്ചു, ഞാൻ കർത്താവിന് വേണ്ടി, അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ വലിയ അപരാധമായിട്ടാണ്. നമ്മുടെ സാക്ഷ്യം പറയണം പ്രിയമുള്ളവരെ. മറ്റുള്ളവർക്ക് അത് പ്രോത്സാഹനത്തിന് വേണ്ടി പറയണം. മാത്രമല്ല, അത് വെറുതെ പറയുകയല്ല, ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കണം. പറയാതെ തന്നെ മറ്റുള്ളവർക്ക് അറിയാം. എന്നാൽ പറയുന്നത് മറ്റുള്ളവർക്ക് ഒന്നുകൂടെ അറിയത്തില്ലാത്തവർക്ക്, ദൂരെയുള്ളവർക്ക് അത് ഒരു പ്രോത്സാഹനമായി മാറണം. ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ മറ്റെല്ലാവരേക്കാളും അധികം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. പ്രിയമുള്ളവരെ, ദൈവകൃപയുള്ളവർക്ക് മാത്രമേ അങ്ങനെ അധ്വാനിക്കാൻ പറ്റൂ. മറ്റെല്ലാവരേക്കാളും അധികം ഈ തലമുറയിൽ എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുന്നു എന്നുള്ളൊരു സാക്ഷ്യം നമുക്ക് ഉള്ളിലുണ്ടോ? പൗലോസിലെ എവിടെ പോയാലും ലജ്ജ കൂടാതെ ഈ കൃപയുടെ സുവിശേഷം അറിയിക്കുമായിരുന്നു. അത് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ അപ്പോസ്തലപ്രവൃത്തി 20:24 നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ സ്റ്റേജിലോ അല്ലെങ്കിൽ കൂട്ടായ്മയിലൊന്നും വചനം പറയുന്നതല്ല പ്രിയമുള്ളവരെ. അതൊക്കെ പറയണം. എന്നാൽ ദൈവം ഏൽപ്പിച്ച കർത്തവ്യം നമ്മൾ ഈ ലോകത്ത് എല്ലായിടത്തും പോയി സകല ജാതികളോടും സുവിശേഷം പറയണം, അവരെ ശിഷ്യരാക്കണം. ഈ കൃപയുടെ വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് നമ്മൾ ഈ കൂട്ടായ്മയിലാണോ എപ്പോഴും നമ്മൾ സുവിശേഷമാണോ പറയണേ? അവിടെ നമ്മൾ അവരെ വളർത്തിയെടുക്കുക. എന്നാൽ എല്ലാ വിശുദ്ധന്മാരും എല്ലാവരും ഒരുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അപേക്ഷിക്കുക. നിങ്ങൾക്ക് അവിടെ പൗലോസ് പറയുന്ന ഈ വാക്യം വളരെ വിലപ്പെട്ടതാണ്. ഇവിടെയാണ് വില കൊടുക്കുന്നത്. നമുക്ക് കഷ്ടമൊക്കെ ഉണ്ടാകുന്ന എപ്പോഴാണ്? എവിടെയെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോയി വചനം പ്രസംഗിച്ചാലൊന്നും ഒരു കഷ്ടമില്ല. നിങ്ങൾ വെളിയിൽ ഇറങ്ങി പറ. അത് ചെയ്യല, ആ വഴി പറഞ്ഞു കൊടുക്കുകയില്ല. അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. ഇവിടെ പൗലോസ് പറയാണ്, അപ്പോസ്തലപ്രവൃത്തി 20:24, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. അങ്ങനെ ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച നിന്നോട് ഞാൻ പറയുക, നിങ്ങൾക്കത് തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങളത് മനസ്സിലാക്കിയോ? എന്തിനാ പരിശുദ്ധാത്മാവിന് തന്നത്? ഈ പരിശുദ്ധാത്മാവിന് നമ്മളിലേക്ക് അയച്ചത് തന്നെ എന്തിനാ? അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും ലോകത്തെമ്പാടും എൻ്റെ സാക്ഷിയാകും. ഇന്ന് കൂട്ടായ്മകളിൽ പോലും സാക്ഷ്യം പറയുന്നവരുടെ സംഖ്യ പോലും കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? കാരണം എന്താ? ആത്മാവിനെ ദുഃഖിപ്പിച്ചു. ആത്മാവ് അവർക്ക് വേണ്ട രീതിയിൽ പ്രചോദനം കൊടുക്കുന്നില്ല. ഒരു സാക്ഷ്യമില്ലാത്ത ജീവിതം എത്ര ദുഃഖാർത്ഥമാണ് പ്രിയമുള്ളവരെ. സഭയുടെ അവസ്ഥ എവിടെ പോയിക്കൊണ്ടിരിക്കുക? അവർ ഈ കൃപ വ്യർത്ഥമാക്കുകയാണ്. നമ്മൾ പരിശോധിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കൃപ വ്യർത്ഥമാക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലരും ചിന്തിക്കാറില്ല. അവിടെ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതറിയുള്ളവരെ, ഇന്നും എനിക്ക് എല്ലാവരും പ്രബോധിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ലഭിച്ച കൃപ നിങ്ങൾ വ്യർത്ഥമാക്കരുതേ. വ്യർത്ഥമാക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമുക്ക് ലഭിച്ച
ഞാൻ എൻ്റെ അനുഭവമൊക്കെ പലപ്പോഴും നിങ്ങൾ പറയുന്നത് പ്രശംസയ്ക്ക് വേണ്ടിയല്ല പറയുന്നത്, എൻ്റെ അനുഭവമാണ്, സത്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് എന്നെ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ മൊസാംബിക്കിൽ അയച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് വചനം പറയാനായിട്ട് എനിക്ക് അറിയത്തില്ലെന്നേ. അവിടെ ഭാഷ എനിക്കറിയാമോ? ശങ്കാന ഭാഷ. ശങ്കാന ഭാഷ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ശങ്കാന ഭാഷ അറിയത്തില്ലാത്ത ഞാൻ ശങ്കാന ഭാഷയിലുള്ള അവരുടെ ബൈബിള് ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ആ ബൈബിളിൽ മുകളിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഓരോ പുസ്തകത്തിൻ്റെ പേരും പിന്നെ അക്ഷരം 1, 2, 3 എന്നുള്ളതൊക്കെ ഇംഗ്ലീഷ് അക്ഷരമാല ആയതുകൊണ്ട് മനസ്സിലാവും ചാപ്റ്ററൊക്കെ. എന്നിട്ട് ഞാൻ അവരെ കൊണ്ട് അത് എടുത്ത് വായിപ്പിക്കും. അവിടെയുള്ളവർക്ക് വാസ്തവത്തിൽ വചനമൊന്നും അറിയത്തില്ല. എന്നാൽ വചനത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് കാലം. അപ്പോൾ അവരെ കൂട്ടിയിരുത്തി ഈ വചനം വായിപ്പിച്ച് ഞാൻ അവരോട് വചനത്തിലൂടെ സുവിശേഷം പറഞ്ഞു. നോക്കുക, വളരെ വിലപ്പെട്ട കാര്യമല്ലേ? എവിടെ ചെന്നാലും നമുക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചൊരു ഭാരം ഉണ്ടാകണം പ്രിയമുള്ളവരെ. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടമാക്കരുത്. ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ കാര്യമൊക്കെ ഞാനങ്ങ് ഉടലോടെ പോകുക എന്നുള്ള രീതിയിൽ ഇരിക്കുക പലരും. വഞ്ചിക്കപ്പെടും. ഈ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഈ രക്ഷകനെക്കുറിച്ച് ഉള്ള ഈ കൃപയുടെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യം, ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ പലരും ഇന്ന് ഈ കൃപയെ വ്യർത്ഥമാക്കുക. എന്നാൽ പൗലോസ്ലീഹ വളരെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, ഗലാത്യലേഖനം 2:21, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. കണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ലഭിച്ച ദൈവകൃപ നമ്മൾ വ്യർത്ഥമാക്കുന്നുണ്ടോ? ഈ കൃപയിൽ നമുക്ക് വളരാൻ കഴിയുന്നുണ്ടോ? ഈ കൃപ നമുക്ക് ധാരാളമായി പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ കൃപാസനത്തിന് അടുത്തിരുന്നുണ്ടോ? ദൈവികമായ ശക്തിയുടെ യഥാർത്ഥമായ വ്യാപാരം അനുഭവമാക്കാൻ കഴിയുന്നത് നമ്മൾ കൃപാസനത്തോട് അടുത്ത് ചെന്ന് പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോഴാണ്. നമുക്കറിയാം എബ്രായർ 4:16, നമുക്ക് ഏത് സമയവും നമുക്ക് കൃപ പ്രാപിക്കുവാൻ കൃപാസനത്തിന് അടുത്തെല്ലാനുള്ള പൂർണ്ണ അധികാരം, അതിനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇന്ന് അനേകർക്കും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാണ്ട് പലരും കൃപാസനത്തിനടുത്തില്ലാറില്ല. ഈ കൃപ ധാരാളമായി പ്രാപിക്കണേ ദൈവമക്കളെ. ഓരോ ദിവസവും യാക്കോബ് 4:4 പത്രോസിലും നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, യാക്കോബ് അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ദിവസവും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ അവനോ വളരണം ഞാനോ കുറയണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അതേ കാര്യം പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 5:5, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും ആയിത്തീർന്നു എന്നുള്ള രീതിയിൽ അഹങ്കരിക്കരുത്. നമ്മളെ തന്നെ താഴ്ത്തണം. ഉയരത്തിലെ ജ്ഞാനം നമ്മളെ തന്നെ താഴ്ത്തുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നല്ല കതിരാകണം, പതിരാകരുത്. പതിരെപ്പോഴും നേരെ നിൽക്കും, കതിരെപ്പോഴും കുനിഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ അർത്ഥമുള്ളവരായിരിക്കണം, കാരമുള്ളവരായിരിക്കണം. ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായി നാം ജീവിക്കണമെങ്കിൽ ഓരോ ദിവസവും നമ്മളെ തന്നെ താഴ്ത്തുന്നതിൽ നമ്മൾ ജാലികളാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കൃപയാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ആ കൃപയിൽ നിൽക്കണം. കൃപയിൽ നിൽക്കുവാൻ നമ്മൾ പരസ്പരം പ്രബോധിപ്പിക്കണം. മാത്രമല്ല നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കണം. ഞാൻ കൃപയിൽ തന്നെയാണോ? ഞാനെങ്ങാനും വീണുപോയിട്ടുണ്ടോ? കാരണം ഈ ലോകത്തിൽ നിന്നും അനേകരും നമ്മളോട് ഇടപെടുന്നത് അവർ നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയൊന്നുമല്ല. പലരുടെയും പ്രവർത്തനങ്ങൾ കൃപയിൽ നിന്നും വീഴിക്കാൻ തക്കവണ്ണം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആരെയും നമ്മൾക്ക് ഇടർച്ച വരുത്താതെ മറ്റുള്ളവർക്ക് ആത്മീയ ഉന്നതി വരുത്തുവാനും ക്രിസ്ത്യാനികളായി തീർക്കുവാനും വേണ്ടി നമ്മൾ മനസ്സോടെ പ്രവർത്തിക്കണം.
ഹൃദയത്തിൽ അല്ലെങ്കിൽ ഉള്ളിൽ പകയും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നിത്യതയിൽ യാതൊരു പ്രതിഫലവുമില്ല. അവിടെ എല്ലാം ആ പരീക്ഷ ഭക്തനെ പോലെയുള്ള പ്രാർത്ഥനയായിരിക്കും. ആ ജീവിതം ഒരിക്കലും ദൈവത്തിന് പ്രസാദമാകുകയില്ല. അപ്പം അതുകൊണ്ട് ഈ ചെറിയൊരു ആയുസ് നമുക്ക് കൃപയാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ കൃപയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കണം. നമ്മൾ കൃപയിൽ തന്നെ നിൽക്കണം. കൃപയിൽ നമ്മൾ വളരണം. കൃപയിൽ നമ്മൾ ശക്തിപ്പെടണം. മാത്രമല്ല കൃപയിൽ നമ്മൾ ഫലം കായ്ക്കുന്നവരായി മാറണം. നമുക്ക് യഥാർത്ഥമായും ഫലം കായ്ക്കാൻ കഴിയുന്നുണ്ടോ? ഈ കൃപയുടെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരാതെ ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മളിൽ കാണാൻ കഴിയില്ല പ്രിയമുള്ളവരെ. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവം അവസരം തന്നിട്ടുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമുക്ക് ഈ കൃപയിൽ വളരാം. കൃപയിൽ നമുക്ക് ശക്തിപ്പെടാം. ഈ കൃപയുടെ വചനം നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം, മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാം. നമ്മളുമായി കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അവർക്കും ഈ കൃപ ലഭിക്കേണ്ടതിന് കൃപയുടെ വചനം അവരിലേക്ക് പകരാം. നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ മാത്രമേ അത് വിശ്വസിക്കൂ. അതുകൊണ്ട് കേൾക്കുന്നവരെല്ലാം പെട്ടെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല. അവിടെയും നമ്മൾ ഒരിക്കലും നിരാശരാകേണ്ട, തളരണ്ട. ആ കാര്യത്തെ നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കണം. പ്രിയമുള്ളവരെ, ഒരേ ഒരു ആയുസ് നിത്യതയുടെ ദർശനത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. ആ കർത്താവിനോട് ചേർന്നിരിപ്പാം. കർത്താവിൻ്റെ കൃപയും ആ ശക്തിയുള്ള കരത്തിൽ നമുക്ക് താണിരിക്കാം. തക്ക സമയത്ത് അവിടെ നമ്മൾ ഉയർത്താനിടയാക്കി തരും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നത്, നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ കൃപ ലഭിച്ചു വരാം. കാരണം നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ്. കൃപയുടെ അർത്ഥം മനസ്സിലായല്ലോ. അർഹിക്കാത്ത ആനുകൂല്യം നമുക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനിയും നമ്മൾ ആ കൃപയിൽ നിൽക്കണം. ആ കൃപയാണ് നമ്മളെ ഭരിക്കേണ്ടത്. ആ കൃപ നഷ്ടമാക്കാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് എല്ലാ കേൾവിക്കാരായ എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ താഴ്മയോടെ പറയട്ടെ, നിങ്ങളെ ഒന്ന് പരിശോധിക്കൂ. ഞാൻ ഇന്ന് ആ കൃപയിൽ നിൽക്കുന്നുണ്ടോ? ആ കൃപയിൽ ഞാൻ വളരുന്നുണ്ടോ? ഞാൻ ഓരോ ദിവസവും കൃപ പ്രാപിക്കുന്നുണ്ടോ? ഈ കൃപയുടെ വചനം മറ്റുള്ളവരിലേക്ക് ഞാൻ പകരുന്നുണ്ടോ? ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനായി എനിക്കിന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ജയാളിയായി ജീവൻ നയിക്കുവാൻ ഫലകരമായ കൃപയുടെ ഫലമുള്ള മക്കതോന്യ സഭയെ പോലെ ആവേശത്തോടെ കർത്താവിന് വേണ്ടി എരിയുന്ന ആ ഒരു ആവേശത്തോടെ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള കൃപ കാണാൻ, ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവരുടെ കൃപ കണ്ട് സന്തോഷിച്ചതുപോലെ മറ്റുള്ളവർക്കും നമ്മളിലുള്ള കൃപ കണ്ട് സന്തോഷിക്കുവാൻ അങ്ങനെ ഒരു പാത്രമായി തീരട്ടെ. അങ്ങനെ ഒരു ക്രിസ്തുവിന് പത്രമായി തീരുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.